യൂഫ്രട്ടീസിന്റെ തീരത്ത് ഇനി ഒരു നാട് ഗസ എന്ന് പറയുന്ന ഒരു നാട് ഉണ്ടാവില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീമ്പളക്കൽ. ആയിരിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള ഒരു നഗരമുണ്ട് ഗസ. ആ ഗസയെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയാം, സയനിസ്റ്റുകൾക്ക് കഴിയാം, ജൂതലോബികൾക്ക് കഴിയാം. പക്ഷെ ചരിത്രം പറയുന്ന ഒരു സത്യമുണ്ട്. ഒരു വിജയത്തിന്റെയും അവസാനം നിത്യമായ വിജയമല്ല. ഒരു യുദ്ധത്തിന്റെയും അവസാനത്തെ കഥ എന്ന് പറയുന്നത് വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അതിന് പുറകിലൊന്നുണ്ട്. ആർഷഭാരതത്തിലെ വലിയൊരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ആ മഹാഭാരതത്തിന് അവസാനം ഒരു കാണ്ഡമുണ്ട്, മൗസല പുരാണം എന്നതിന് പറയാം. 200 ശ്ലോകങ്ങളാണ്. മഹാഭാരതത്തെ സംബന്ധിച്ചോളം ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ സംബന്ധിച്ചോളം അവസാനത്തെ ക്ലൈമാക്സ് പറയുന്ന മൗസല പുരാണം 200 ശ്ലോകങ്ങളാണ്. അതൊന്നുമല്ല. ആ 200 ശ്ലോകം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ചത് മഹാഭാരത യുദ്ധമുണ്ടായി, കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. പക്ഷെ അതിനപ്പുറം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. എല്ലാം ജയിച്ചടക്കിയതിന് ശേഷം എല്ലാ യുദ്ധത്തിനും അപ്പുറം ഏതാണ്ട് 40 ലക്ഷം ആളുകൾ ആ യുദ്ധത്തിന് പങ്കെടുത്തു. അത് പറയുന്ന പേര് 18 അക്ഷയണി എന്നെങ്ങാണ്ടാണ്. എന്ന് പറഞ്ഞാൽ 40 ലക്ഷം പേരാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്. യുദ്ധത്തിന്റെ ചരിത്രം കൂടെ ഒന്നറിയണം. അന്ന് ഇന്ത്യയിൽ അത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച. അതിൽ പങ്കെടുത്ത് ഏറ്റവും അവസാനം ശേഷിച്ചത് പാണ്ഡവർ 5 പേർ, കൗരവരിൽ നിന്ന് 3 പേർ, പിന്നെ ശ്വാലൻ, പിന്നെ ഒരാൾ കൂടി. ആകെ 10 പേരാണ്. 40 ലക്ഷം പേര് യുദ്ധം ചെയ്തിട്ട് അവസാനം ബാക്കിയുണ്ടായത് 10 പേരാണ്. കൗരവർ 3 പേര്, അശ്വത്ഥാമാവ്, കൃപര്, കൃപാർത്തര് 3 പേര്. പാണ്ഡവർ 5 പേർ. പാണ്ഡവർ ജയിച്ചു. യുദ്ധത്തിന്റെ 18-ാം ദിവസം 19-ാമത്തെ ദിവസം പരാജയപ്പെട്ട 3 പേർ. വിജയിച്ച പാണ്ഡവര് കടന്നുറങ്ങിയ കൊട്ടാരത്തിന് തീ കൊളുത്തി പാതിരാത്രി. അതിൽ കിടന്ന ആളുകൾ വെന്തു മരിച്ചു. അവസാനം ഞാനിത് പറയുന്നത് വിജയത്തിനു വേണ്ടി മഹാഭാരതം തന്നെ പറയുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാചാരം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രവാചക കാലത്തെ സമയം കുറവാണ്. യുദ്ധത്തെ പരിചയപ്പെടുത്തുന്നവർ, ബദറിനെ പറയുന്നവർ, ഉഹദിനെ പറയുന്നവർ. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് യുദ്ധം എന്നാണ്. പക്ഷെ ധർമ്മം സംസ്ഥാപിക്കാനുള്ള യുദ്ധത്തിന്റെ ഇടയിൽ വിജയിക്കാൻ അധർമ്മം ഉണ്ടായിട്ടുണ്ട്. തേരിന്റെ തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കർണനെയാണ് പുറകിൽ നിന്ന് അമ്പെയ്ത് കൊന്നത്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യാതാക്കിയിട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത്. യുദ്ധതന്ത്രത്തിന് എതിരായി തുടക്കടിച്ചിട്ടാണ് ദുര്യോധനെ കൊല്ലുന്നത്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദ്രോണരെ അസ്ത്രബദ്ധനായി നിർത്തി കഴുത്തറക്കുന്നത്. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, പുള്ളി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യത്താൽ അന്ധനായ ദ്രോണൻ തളരും. പക്ഷെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിട്ടില്ല. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞാലേ വിശ്വസിക്കൂ. കാരണം അന്നത്തെ ഹദാമിയാണ് യുധിഷ്ഠിരൻ. ഇതാ കാലത്ത് ഹദാമി സദ്യക്കുക എന്ന് പറഞ്ഞ യുധിഷ്ഠിരൻ അസത്യം പറയില്ല. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞു എന്നാണ്, അശ്വത്ഥാമ വന്ന ആനയെ കൊന്നു, എന്നിട്ട് വിളിച്ചു വന്ന് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. സത്യമാണ്. അടുത്തത് കുഞ്ചര. അശ്വത്ഥാമാവ് എന്ന ആന അത് പതുക്കെ പറഞ്ഞു. അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു. കുഞ്ചര അത് ആനയാണ് എന്നത് പതുക്കെ പറയുകയും അസത്യത്തെ ഉറക്കെ പറയുകയും ചെയ്തു. ഇന്ന് ഇത് തന്നെയാണ് നടക്കുന്നത്. അസത്യം ഉറക്കെ പറയുക, സത്യത്തെ പയ്യെ പറയില്ലെന്ന് മാത്രമല്ല, പറയുക പോലും ഇല്ല. ഇവിടെ പാടില്ല ഉറുമ്പിന് പോലും പീഡ. കരുണാകര, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറഞ്ഞ ഗുരുവിന്റെ പേരിലാണ് അസംബന്ധങ്ങളും അസത്യങ്ങളും പറയാം.
കേരളമെങ്ങാനും ഒരു മുസ്ലിം ഭൂരിപക്ഷമായാൽ ഭരണം പിടിച്ചെടുക്കപ്പെട്ടാൽ എന്താ ചെയ്യാ? ഒന്നുമില്ല. നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ, ശ്രീകൃഷ്ണ ജയന്തിക്ക്, ഇന്ന് നബിദിനത്തിന് ബാധകമായിട്ടാണല്ലോ, നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്കും അവധി വേണമെന്ന ആപ്ലിക്കേഷൻ വന്നപ്പോ, എന്നാൽ ശ്രീകൃഷ്ണൻ ജയിച്ച ദിവസം അവധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് EK നയനാർ എന്നല്ല, K കരുണാകരൻ എന്നല്ല, EMS തങ്കൂരിപ്പാട് എന്നല്ല, ഈ തൊപ്പി വെച്ച നല്ല താടിയുള്ള CH മുഹമ്മദ് കോയ എന്നാണ് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര്. EMS അല്ല, അന്നൊന്നും അതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം മനുഷ്യനായി കാണാൻ കഴിയുന്ന മഹിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് മുസ്ലിം. അവിടെ മനുഷ്യനേ ഉള്ളൂ. അധർമ്മത്താൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവസാനം വിജയിച്ച് കീഴടക്കി പരാജിതൻ വീടിന് തീ കൊളുത്തി. പാണ്ഡവരിൽപ്പെട്ടവർ അവസാനം വെന്തുരുകിപ്പോയി. ഗസയെ പോലെ മരുന്ന് തടഞ്ഞ്, ഭക്ഷണം തടഞ്ഞ് നിസ്സഹായാവസ്ഥയിലായി. ബോംബുകളിട്ട് തീ കൊളുത്തി നിസ്സഹായയായ ഒരു ജനതയെ കൊന്നൊടുക്കുന്ന നേരത്ത് ബെഞ്ചമിൻ നെതന്യാഹു വിജയം അവസാനത്തെ വിജയമല്ല. അവസാനം പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പരിണിത ഫലം എന്താ? പാണ്ഡവര് ജയിച്ചു, കൗരവര് തോറ്റു. പക്ഷേ ജയനത്തിന് ശേഷം മൗസല പുരാണം പറയുന്ന ഒരു കഥയുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ കാലിൽ വേടന്റെ അമ്പേറ്റിട്ടാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത്. പാഞ്ചാലിയുമായി പോകുന്ന വഴിയിലാണ്, ശ്രീകൃഷ്ണന്റെ ഭാര്യയുമായി പോകുന്ന വഴിയിലാണ് അർജുനൻ കൊള്ളയടിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണന്റെ വർഗമായിരുന്ന യദുവംശം മദ്യവും മദിരാക്ഷിയിലും പരസ്പരം കലാപം ചെയ്ത് അവസാനം കടലിൽ മുങ്ങിച്ചെത്തു. ആ കുലം തന്നെ പോയി. ബനു ഇസ്രായേൽ അവസാനിക്കുന്നവിടെ. ബനു ഇസ്രായേൽ എന്ന വഞ്ചകരുടെ സത്യം, ഇവരെ കൊലയും കൊല്ലയും യാതൊരുവിധ തത്വദീക്ഷയുമില്ലാതെ ഇപ്പോൾ തുടങ്ങിയതല്ല. അവർ കാലങ്ങൾ മുതലേ പ്രവാചകന്മാരുടെ കഴുത്തറത്തവരാണ്. യാതൊരുവിധ ന്യായമില്ലാതെ ജയത്തിനൊക്കെ അപ്പുറം അവസാനം ഒരു നാമാവശേഷമായ ദ്വാരക പിന്നീട് കടലിൽ മുങ്ങിപ്പോയി എന്നാണ് ഈ മൗസല പുരാണം പറയുന്നത്. അതുകൊണ്ട് വിജയം ഒരവസാനമല്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുക, കാലം തേടുന്ന പ്രവാചകൻ. അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഒരു സമൂഹത്തിന്റെ കണ്ണുനീരും അവരുടെ സ്വത്തും അവരുടെ രക്തവും കൊല ചെയ്ത് നേടുന്ന വിജയം അന്തിമമല്ല എന്ന് ലോക ചരിത്രത്തെ പഠിപ്പിക്കാനാണ് മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാലിൽ കീഴിൽ വന്നു. മക്ക എന്ന ആട്ടിയോടിച്ച നാട് കാൽ കീഴിൽ വന്നു. എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങി. മക്കാമ ഇബ്രാഹിമിന്റെ പുറകിൽ 2 റക്അത്ത് നിസ്കരിച്ച് വിനീത വിധേയരായി വിഡ്ഢിത്തത്തോടെ നിൽക്കുന്നവരോട് പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്. തല കൊയ്യാനല്ല. അതിൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയവരുണ്ട്, എതിർപ്പ് പറഞ്ഞവരുണ്ട്. എന്താണ് ജനാധിപത്യം? അംബേദ്കറോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജനാധിപത്യം? അംബേദ്കർ പറഞ്ഞ മറുപടി ഭൂരിപക്ഷത്തോട് വ്യത്യസ്തനാവാൻ കഴിയുകയും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കാതിരിക്കുകയും ചെയ്യപ്പെടുക എന്നതാണ് ജനാധിപത്യം. മനോഹരമാണ് അംബേദ്കറിന്റെ വാക്ക്. ഭൂരിപക്ഷ ഹിതമാണല്ലോ, ഭൂരിപക്ഷം പറയുന്നത് അനുസരിച്ചാൽ മതി. അംബേദ്കർ പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തോട് വിയോജിക്കാൻ കഴിയുകയും ആ വിയോജിപ്പിന്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കഅബ് ബിൻ സുഹൈർ പ്രവാചകന്റെ പ്രതിയോഗിയാണ്. വിയോജിച്ചു, പാട്ടെഴുതി പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി. കൽത്തുറുങ്കുകളോ കൈവിലങ്ങുകളോ കഅബ് ബിൻ സുഹൈറിനെ തേടിപ്പോയില്ല. കഅബ് ബിൻ സുഹൈർ മുമ്പിൽ വന്നു, പ്രവാചകരോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് വിയോജിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങേ പ്രകീർത്തിച്ചിട്ടില്ല, ഞാൻ അങ്ങയുടെ മാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രതിയോഗി മുമ്പിൽ വന്ന് നിന്നപ്പോ കഴുത്തറത്തിട്ട് കുന്തത്തിൽ തൂക്കുകയല്ല, കൽത്തുറുങ്കുകളിൽ അടയ്ക്കുകയല്ല, തന്റെ ശരീരത്തിൽ കിടന്ന മേൽമുണ്ടെടുത്ത് കഅബ് ബിൻ സുഹൈറിന്റെ കഴുത്തിലേക്കിട്ട് കേറി വരൂ, വിയോജിക്കുക, വിയോജിപ്പിന് മേൽ ആക്രമിക്കപ്പെടാതിരിക്കുക എന്ന ജനാധിപത്യത്തെ മനോഹരമായി ലോകത്ത് നടപ്പാക്കി കൊടുത്തൊരു പ്രവാചകന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ് ബിൻ സുഹൈറിനെ കൊന്നില്ല, ഇക്രിമയെ കൊന്നില്ല. തന്റെ ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ആ ഇക്രിമ
ഹബീബായ നബി തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ പ്രാണനം കൊണ്ട് ഓടുന്നുണ്ട്. ഇന്ന് നമ്മുടെ സാഹിത്യകാരന്മാരും പലരും ഒക്കെ ഓടി രക്ഷപ്പെടുന്നത് പോലെ ആ ഓടുന്ന ഇക്രിമയോട് പറയുന്നുണ്ട്, തിരിച്ചു വന്നോളൂ. ഭാര്യ വന്ന് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് നിങ്ങളെ പേടിച്ച് നിങ്ങൾ പ്രതികാരം നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ്, നിങ്ങൾ മാപ്പ് കൊടുക്കണം. ആ വിധവയാകാൻ പോകുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ട് മാപ്പ് കൊടുത്ത് ഇക്രിമ വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് എതിരാളികൾ, ജന്മനാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചവർ, തന്റെ ബിലാലിനെ മലത്തിക്കടത്ത് പീഡിപ്പിച്ചവർ, തന്റെ മകളുടെ മരണത്തിന് കാരണമായവർ, എല്ലാവരും ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ അവിടെ നിങ്ങൾ കൗരവരെയും പാണ്ഡവരെയുമല്ല, കാലത്തിന്റെ വിളംബരം ലോകത്ത് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞത്, ഇദ്ഹബൂ ഫഅൻതുമു തുലഖാഉ, നിങ്ങൾക്ക് മരണമില്ല, പ്രതികാരമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇദ്ഹബൂ ഫഅൻതുമു തുലഖാഉ, നിരുപാധികം നിങ്ങളെ വിട്ടയച്ചിരിക്കുന്നു എന്നാണ്. ഏത് ജയത്തിന്റെ പുറകിലും പരിണിത ഫലം പരാജയമാകുമെന്ന് വിജയിച്ചവന്റെ തോളിൽ ചവിട്ടിയിട്ടല്ല, പരാജയപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ലോകത്തിലെ ഏത് ചരിത്രവും മുമ്പോട്ട് പോയിട്ടുള്ളത്. വിജയിച്ച നെതന്യാഹുവിന്റെ തോളിൽ കയറിയിട്ടല്ല. പരാജയപ്പെട്ട ഗസ, ഹിജറയില്ലാത്ത ഗസ, പലായനമില്ലാത്ത ഗസ, ഹിജറയില്ലാത്ത ഗസയാണ്. എല്ലായിടത്തും ഹിജറയുണ്ട്, പക്ഷെ ഗസക്ക് ഹിജറയില്ല, പാലായനമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രയേലിന്റെ, അമേരിക്കയുടെ ജാരസന്ധമായ ഇസ്രയേൽ ജൂദായിസത്തിന് ട്രിപ്പിൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് കീശയിൽ വെച്ച് അപ്പുറത്തൊരു പടക്കം പൊട്ടിയാൽ UK-യിലേക്കും ലോസ് ആഞ്ചലസിലേക്കും ഓടിപ്പായുന്ന ജൂതന്മാരുടെ മുമ്പിൽ ഹിജ്റയില്ലാത്ത, പാലായനമില്ലാത്ത 8 കിലോമീറ്റർ നീളമുള്ള ഗസക്കുള്ളിൽ ഒരു കല്ലും കവടയുമായിട്ട് നിൽക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട പോരാളികളുണ്ട്. അവർക്ക് പലായനമില്ല, അവർക്ക് ഡബിൾ പാസ്പോർട്ട് ഇല്ല, അവർ തിരിഞ്ഞോടുന്നവരല്ല. ആയുധത്തിന് മുന്നിൽ നെഞ്ചുവിരിച്ച് ഇന്തിഫാദയിലൂടെ നിൽക്കുന്ന ഫലസ്തീനികളെ നിങ്ങൾക്ക് കഴുത്തറക്കാം, നിങ്ങൾക്ക് കല്ലെറിയാം, അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തെറിയാം. പക്ഷേ ഏരിയൽ ഷെറോണിനെ കാത്തിരുന്നത്, കംബോഡിയയിൽ മനുഷ്യന്റെ കഴുത്തറത്ത് സിംഹാസനം പടുത പോൾ പോട്ടിനെ കാത്തെടുത്തത്, ഈ ജൂദായിസത്തിന്റെ മുകളിൽ നിന്ന് ചരിത്രത്തിലെ ഏകാധിപതിയായ ഹിറ്റ്ലറിനെ കാത്തെടുത്തത്, അവസാനം അഡോൾഫ് ഹിറ്റ്ലർ ഏകാധിപതിയായി വീഴുമ്പോഴും 1947 ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് മുമ്പിൽ ഒരു വളർത്തുപട്ടി മാത്രമാണുള്ളതെങ്കിൽ നെതന്യാഹുവിന് ഒരു വളർത്തുപട്ടിയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ അവസരമുണ്ടാവില്ല. വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ പുറകിൽ ഒരു പരാജയമുണ്ട്. ആ പരാജയം ആത്യന്തിക പരാജയമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത യുദ്ധം നടത്താൻ അവസരം കിട്ടിയത് എന്റെ ഹബീബായ നബി തങ്ങൾക്കാണ്. കഅബാലയത്തിന് മുമ്പിൽ തലകുനിച്ച് വെട്ടിയെടുത്തോളൂ എന്ന് പറയുമ്പോ എനിക്ക് വിജയിക്കേണ്ടത് ഈ വിട്ടുവീഴ്ചയിലൂടെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിനോട് നന്മ പ്രവർത്തിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ ചരിത്രം, എല്ലാവർക്കും ഈ ചരിത്രം അറിയാം. പക്ഷേ അവരതിനെതിരെ കണ്ണടക്കിയാണ്. ധൃതരാഷ്ട്രനെ പോലെ മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, ധൃതരാഷ്ട്ര, അന്ധനാണ്. അവസാനം അയാൾ മരിക്കാൻ നേരത്ത് അയാൾ ഭാര്യ ഗാന്ധാരിയോട് പറയുന്നുണ്ട്, ഗാന്ധാരി, എന്നെ നീ കല്യാണം കഴിക്കുമ്പോ ഞാൻ അന്ധനാന്ന് നിനക്കറിയില്ല, എന്റെ ഭർത്താവ് കാണാത്തതൊക്കെ കാണണ്ടെന്നവന് നീ തുണി കൊണ്ട് കണ്ണു മൂടിക്കെട്ടി, അപ്പോൾ എനിക്ക് നിന്നെ വിലക്കാമായിരുന്നു, നീ മൂടിക്കെട്ടണ്ട, നിനക്ക് ദൈവം തന്ന കണ്ണ് തുറന്നോളൂ എന്ന് എനിക്ക് പറയാമായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. എന്റെ കണ്ണ് കാണാൻ പറ്റാത്ത വൈകല്യത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ ഞാൻ കൊന്നൊടുക്കി, ധാരാളം അധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം. ധൃതരാഷ്ട്ര പറയുന്നുണ്ട്, അദ്ദേഹം അന്ധനാണ്. അന്ധനാകുന്ന ഒരു കഥയുണ്ട്, നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ അംബികയും അംബാലികയും ചേർന്നിട്ടുള്ളൊരു കഥയാണ്. ധൃതരാഷ്ട്ര പറയുന്ന ഒന്നുണ്ട്, ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി. അങ്ങനെ കുറെ ധൃതരാഷ്ട്രമാര് നമ്മുടെ ഇടയിൽ മഞ്ഞയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞു നടക്കുന്നുണ്ട്. മഞ്ഞയാവാം, പല വർണ്ണങ്ങളാവാം. അന്ധനായി പോയതിന്റെ പേരിൽ ഞാനൊന്നും ചെയ്തിട്ടല്ല, നമ്മളാരും ചെയ്തിട്ടല്ല അവര് വിദ്യാഭ്യാസത്തിന് പുറകിൽ പോയത്, നമ്മളാരും ചെയ്തിട്ടല്ല അവര് പുറകോട്ട് പോയത്. സ്വയം കൃതാനർത്ഥം കാരണത്താൽ നഷ്ടപ്പെട്ടു പോയത് മറ്റൊരുത്തിന് കിട്ടുമ്പോഴുണ്ടാകുന്ന അസൂയയുള്ള ധൃതരാഷ്ട്രന്മാരുണ്ട് ഇവിടെ. ജ്ഞാനമേ ധർമ്മ, നിജമേ പ്രവൃത്തി, ജ്ഞാനമേ അധർമ്മ, നിജമേ നിവർത്തി.
സത്യം അതാണെന്നറിയാം, ജ്ഞാനമേ ധർമ്മം അതാണെന്നറിയാം, പക്ഷെ നിജമേ പ്രവൃത്തി, അത് പ്രവർത്തിക്കാൻ പറ്റണില്ല. ജ്ഞാനമേ അത് അധർമ്മമാണെന്നറിയാം, പറയുന്നത് തെറ്റാണെന്നറിയാം, പക്ഷെ നിജമേ നിവൃത്തി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചില കെട്ടുകളുണ്ട്. ധർമ്മമാണെന്നറിയാം, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അധർമ്മമാണെന്നറിയാം, മാറി നിൽക്കാൻ കഴിയുന്നില്ല. അധർമ്മങ്ങളെ പ്രവർത്തിക്കുകയും സ്വയം കണ്ണുകെട്ടി അവനവന്റെ അന്ധതയുടെ കാരണം മറ്റൊരാളാണെന്ന് കരുതി ലോകത്തോട് വൈരാഗ്യം തീർക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയവരുടെ മുമ്പിൽ പോലും ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കില്ലെന്ന് പറഞ്ഞ് കാലത്തിന് മേൽ ആഗ്രഹിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ നെതന്യാഹുവിനെ കാത്തു നിൽക്കുന്നത് പോൾ പോട്ടിന്റെ, റുഷ്ചേവിന്റെ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ലോകത്തിന്റെ ഗതിയാണ്. പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല. ആ പ്രവാചകനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ പ്രവാചകനെതിരെ വൃദ്ധന്മാരുടെ പ്രക്ഷോഭം ഉണ്ടായില്ല. ആ പ്രവാചകനെതിരെ യുവാക്കളുടെ പ്രതിഷേധമുണ്ടായില്ല. നേപ്പാളിലെ സർക്കാരിനെ താഴെയിറക്കിയത് ജൻസി പ്രക്ഷോഭമാണ്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ, ഫേസ്ബുക്ക് വിലക്കിയപ്പോ, ഇൻസ്റ്റാഗ്രാം വിലക്കിയപ്പോ നേപ്പാളിലെ യുവാക്കൾ തെരുവിലിറങ്ങി, പ്രധാനമന്ത്രി നാട് വിട്ടോടി, സർക്കാർ തടയപ്പെട്ടു. അവര് തന്നെ അധികാരത്തിലെത്തിയ സർക്കാർ അവരവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾ മുഴുവൻ നേതാവിനെ കൈയടിക്കുന്ന ഒരു കാലത്താണ്. ആ കാലഘട്ടത്തിലെ ജൻസി തലമുറയുടെ നേതാവ് ഇന്നത്തെ ജൻസി ഏതാണോ ആ ജൻസിയുടെ നേതാവാണ് മഹാനായ ഖുബൈബ് ഇബ്നു അദിയ്. എന്റെ നേതാവിന് എന്തെങ്കിലും പറ്റിയാൽ അതിനേക്കാൾ നല്ലത് കഴുമരമാണെന്ന് പറഞ്ഞ് സ്വയം കഴുമരത്തിലേക്ക് നടന്നുപോയ ഒരു ജൻസി തലമുറ. കൈസറിന്റെ കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആ ഭക്ഷണം താഴെ വീണപ്പോൾ താഴെയിരുന്ന വീണ ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിക്കുമ്പോ നീ എത്ര വലിയ ദരിദ്രനാണ് എന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ, പ്രവാചകന്റെ മുമ്പിൽ ഒരു ജൻസി തലമുറ ഉണ്ടായിരുന്നു. അനത്തുറക്കു സുന്നത്ത നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹുംക. ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എന്റെ നേതാവിനെ ഞാൻ കൈയൊടിയാനോ എന്ന് ചോദിച്ച ആ ജൻസി തലമുറ റബീബിൻ ആമിറും ഖുബൈബ് ബിൻ അദിയും സയ്യിദ് ബിൻ ഹാരിസും സഅദ് ബിൻ അബി വഖാസും ബിലാൽ ബിൻ റബാഹും നമ്മുടെ വഴികാട്ടികളാവണം. പ്രവാചക പ്രണയത്തിന്റെ പ്രദീപ്തമായ പ്രബുല്ല മാതൃകകളായി അവരുടെ മുമ്പേ നമുക്ക് സഞ്ചരിക്കണം. ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിൽ എവിടെയോ സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൺ ബാധകൾ നിറഞ്ഞ, നാഗരികതകൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചുറ്റുഭാഗത്തുള്ള ഒരു ജനതയ്ക്കും അത്രമേൽ ആശ്വാസകരമായ അനുഭവം നൽകിയിട്ടില്ലാത്ത അറേബ്യയിലെ ഒരു മലമടക്കിൽ തീർത്തും അനാഥനായി ലോകത്തേക്ക് നിയോഗം കുറിച്ച ഒരു മഹാപ്രവാചകൻ മാനവ മനസ്സിലെ മന്ദമാരുതനായി 1500 വർഷങ്ങൾക്ക് ശേഷവും നിതാന്തമായി നിത്യമായി എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ 1500 വർഷങ്ങൾക്കിപ്പുറം പ്രവാചക അനുരാഗത്തെയും അവിടുത്തെ സമീപിക്കുന്ന രീതികളിൽ ആരോഹണ അവരോഹണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അനുസ്യൂതമായ തലമുറകളിലൂടെ അനുസ്യൂതമായ ഒരു മഹാകർമ്മമായി 1500 വർഷങ്ങളോളം അത് നിലനിന്നു പോയിട്ടുണ്ട്. ഇന്ന് 2025 സെപ്റ്റംബർ 24-ാം തീയതി ചായവും ചമൽക്കാരവും ചേർന്ന ഈ സായാഹ്നത്തിൽ ഗാന്ധി പാർക്കിൽ വീണ്ടും ഒരിക്കൽ കൂടി 1500 വർഷങ്ങൾക്കപ്പുറം മലയിടുക്കളിലൂടെ നടന്നുപോയ ജീവിതത്തിന്റെ പ്രാരാബ്ധ പെക്ഷുത്വതകളെയും ജീവിതത്തിന്റെ വൈതരണികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്ത് ഇത്രമേലൊരു മാനവകുലത്തിന്റെ മഹാധിപതിയായി നിലനിൽക്കാൻ ആ മലമടക്കിലെ അനാഥ ജന്മത്തിന് എങ്ങനെ സാധ്യമായി എന്നത് ലോകചരിത്രത്തിലെ മനോഹരമായ ഒരു അധ്യായമാണ്. ചരിത്ര വിദ്യാർത്ഥികളുടെ മനോഹരമായ ഒരു റഫറൻസ് ആണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രനാൾ യാതൊരുവിധ പരിമിതികളുമില്ലാതെ മാനവ സമൂഹത്തിന്റെ പല കോണുകളിൽ ദേശത്തിനും ഭാഷയ്ക്കും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അപ്പുറം ഇത്രമേൽ മാനവ മനസ്സുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുക എന്നത് കഴിഞ്ഞ കാലങ്ങളിലും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലും ബുദ്ധിയുള്ള മനുഷ്യരെ മുഴുവനും ഉദ്ദീപിക്കേണ്ട ഒരു ചരിത്രമാണ്. അതിന് ഉത്തരം തേടി നാം നടന്നു പോകുമ്പോ 23 വർഷത്തെ ജീവിതം കൊണ്ട് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന മാതൃകാതുല്യമായ ഒരു ജീവിത പദ്ധതിയെ സമർപ്പിക്കാൻ
ആ പ്രവാചക ശ്രേഷ്ഠന് കഴിഞ്ഞു എന്നത് അതിന്റെ വായനകളിലൂടെ തിരിച്ചും മറിച്ചും നടന്നു പോകുമ്പോൾ അത് നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ പ്രാപ്യമാകണമെന്നില്ല. അത്രമേൽ വിശാലമാണ് അവിടുത്തെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും, അവിടുത്തെ ഓരോ വചനങ്ങളും വചനാത്മകതകളും, അവിടുത്തെ നിശബ്ദതയും അവിടുത്തെ പുഞ്ചിരിയും അവിടുത്തെ പൊട്ടിച്ചിരിയും അവിടുത്തെ സന്തോഷവും അവിടുത്തെ നടത്തവും കിടത്തവും ഒക്കെ മാനവ ചരിത്രത്തിലെ മഹത്തായ ഒരു അധ്യാപനമായി, അതൊരു വലിയ ചരിത്രമായി നിലനിന്നു. ഇത്രമേൽ പരാമർശിക്കപ്പെട്ട ഒരു മാനവ കുലത്തിന്റെ നേതാവ് ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. അദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ എത്രമേൽ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എത്രമേൽ റിസർച്ചുകൾ, അദ്ദേഹത്തെ കുറിച്ച് ആ മഹാ ജന്മത്തെ കുറിച്ച് പറയാൻ എത്ര വലിയ സദസ്സുകൾ, അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ച് പോലും പറയാൻ എത്ര മുടിയാണ് നരച്ചത്, എത്ര മുടിയാണ് കറുത്തത്, അവിടുത്തെ കഴുത്തെങ്ങനെ, കണ്ണെങ്ങനെ, കൽബെങ്ങനെ, അദ്ദേഹത്തിന്റെ കൃഷ്ണമണി എങ്ങനെയാണ് ചലിച്ചത്, ചിരിച്ചപ്പോൾ ഏത് ദന്തനിരകളാണ് മുമ്പിൽ കണ്ടത്, എങ്ങനെയാണ് നടന്നത്, സ്വന്തം ഭാര്യ പോലും ചലനാത്മകതകളെ കാവ്യാത്മകമായി രൂപപ്പെടുത്തി പറയുന്നത് പോലെ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു കാലെടുത്തിട്ട് അടുത്ത കാല് മുമ്പോട്ട് വെക്കുമ്പോൾ ആ പ്രവാചക ശ്രേഷ്ഠന്റെ ചലനത്തിന്റെ ഈ പാദപതന ശബ്ദം സമീകൃതമായിരുന്നു. എത്രമേൽ മനോഹരമാണ് നടന്നു വരുന്നത് കാണുമ്പോൾ, ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മന്ദമായി വരുന്നത് പോലെ ആ ചലനത്തെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ടോ എന്ന് ഭാര്യ കൂടെ കിടന്ന് ഭാര്യ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ നടത്തവും അവിടുത്തെ ചലനവും എന്നു മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പൂരണമില്ലാത്ത സമസ്യകൾക്കും ഉത്തരം നൽകാൻ ആ മഹാജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ട് 23 വർഷത്തിന്റെ ഇടയിൽ. അതിലേറ്റവും മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഞാനിവിടെ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ 23 വർഷം തന്നെ ഏൽപ്പിച്ച മുഴുവൻ ദൗത്യവും പൂർത്തീകരിച്ച് അന്യൂനമായ അപാരമായ ഒരു മാതൃക തന്റെ ജനത്തിന് സമ്മാനിച്ച് അവസാനം അവരുടെ ഇടയിൽ നിന്ന് വിട പറയുകയാണ്. ആ വിട പറയുന്ന നേരത്ത് അറഫ മൈതാനത്തിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അറഫ മൈതാനിയിൽ ഇന്നും വർഷാവർഷം ദേശഭാഷ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള മുഴുവൻ മഹാമനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാജനസഞ്ചയത്തിന്റെ നടുവിൽ എഴുന്നേറ്റു നിന്ന് 23 വർഷം കാലം കൊണ്ട് തന്റെ അടുക്കലേക്ക് ആദർശത്തിന്റെ പ്രതിബദ്ധതയുമായി വന്ന തന്റെ അനുയായികളോട് അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുന്ന ഒരു നേതാവ് എന്ന് നിങ്ങൾ കരുതുക. ആ നേതാവിന് എന്താവും പറയാനുള്ളത്? ഉഹദ് കഴിഞ്ഞിട്ടുണ്ട്, ഖന്തക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഖൈബർ കഴിഞ്ഞിട്ടുണ്ട്, പോരാട്ടങ്ങൾ, നിർണായകമായ സമരങ്ങളും കരാറുകളും ഉടമ്പടികളും ഒക്കെ ആ ചരിത്രത്തിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ നേതാവിന് പറയാനുള്ളത് എന്താണ്? അവിടെയാണ് ആ നേതാവിന് നാം സമകാലീന ലോകത്ത് ഈ പ്രവാചകനെ കാലം തേടുന്നു എന്ന ശീർഷകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാലം തേടുന്ന പ്രവാചകൻ. ഈ കാലം, ഈ അനന്തപുരി, ഈ തലസ്ഥാന നഗരി, ഇവിടെ വെച്ച് നമ്മുടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പറയുമ്പോൾ അതിന് പ്രസക്തിയേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ 5 വർഷം ഒരു മന്ത്രിസഭ ഭരിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞാൽ, 8 മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ ഇവിടെ നിന്ന് മാറുന്ന സമയമാണ്. അവരുടെ കാലാവധി പൂർത്തീകരിക്കാൻ. ആ കാലാവധി പൂർത്തീകരിക്കുന്ന നേരം നേതൃത്വം നൽകിയ സർക്കാരിന് ജനങ്ങളോട് പറയാൻ എന്താണുള്ളത്? പിറ്റേ ദിവസം വരുന്ന പത്രമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കഴിഞ്ഞ 5 വർഷം അവർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, റോഡ് വികസനങ്ങൾ, നഗര വികസനങ്ങൾ, ആശുപത്രി വികസനങ്ങൾ, പൗരന്മാർക്ക് വേണ്ടി ചെയ്ത വികസനങ്ങൾ, ഈ അനന്തപുരിയിൽ ലൈറ്റുകൾ കണ്ണുമിടിച്ചത്, പാലങ്ങൾ കമന്നു നിന്നത്, ഇങ്ങനെ ആ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ മുഴുവൻ ഭരണ നേട്ടങ്ങളും സ്ഥാനമടിയുന്ന നേരത്ത് ഭരണാധികാരിക്ക് പറയാനുണ്ടാവും. ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി 5 വർഷം പൂർത്തീകരിക്കാൻ അവർ ലഘുലേഖ അച്ചടിക്കും. 5 വർഷം അവരുടെ നേതൃത്വത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും, അതിനു മുമ്പുള്ളവർ തുടങ്ങിയതാണെങ്കിലും മുമ്പുള്ളവര് പിണങ്ങിയതാണെങ്കിലും അതെല്ലാം അവരുടെ കാലത്ത് നടന്ന നേട്ടങ്ങളെ കുറിച്ച് വാചാരമായി പറയാനുണ്ടാവും.
ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന നേരത്ത്, വിടവാങ്ങൽ നേരത്ത് അനുയായികളോട് പറയാനുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് അനുയായികളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ അഭിസംബോധന ചെയ്യുമ്പോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭരണാധികാരിക്ക്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് കൃത്യമായ ഒരു മാതൃക ഈ കാലത്ത് തേടുന്നുവെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെ ആവണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ തന്റെ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരെയാണ് അഭിസംബോധന ചെയ്തതെന്നറിയോ? ആ കുതിരപ്പുറത്ത് നിൽക്കുന്നവരുണ്ട്, കാൽനടയായിട്ട് നിൽക്കുന്നവരുണ്ട്. അഭിസംബോധന ചെയ്യുന്നത് ആരെയെന്നറിയോ? പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങ് ഞങ്ങളോട് ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് യൂപ്പട്ടി നദിയിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ സന്നദ്ധരാണ്. അലറിയെടുക്കുന്ന തിരമാലകൾ ഞങ്ങളെ പിന്നോട്ട് വലിക്കില്ലെന്ന് പറഞ്ഞ് പ്രവാചക സമക്ഷത്തിൽ സർവ്വത് സമർപ്പിച്ച അനുയായികളെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അവരോട് പറയാനുള്ളത് എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നേതാവിന് ഭരണ നേട്ടങ്ങളല്ല, മക്കയുടെ വികസനമല്ല, മദീനയെ കീഴ്പ്പെടുത്തിയതല്ല, മക്കയിലെ കലാപങ്ങൾ അവസാനിപ്പിച്ചതല്ല, ഉമർ മുസ്ലിമായതല്ല, ഹംസത്തുൽ ഖറാർ വധിക്കപ്പെട്ടതല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടിന്റെ ഇടയിൽ നടക്കുന്ന സ്തോഭജന്യമായ ചരിത്രത്തിന്റെ ഇന്നലകളെ ഒന്നും തന്നെ അനുയായികളോട് പറയാനുണ്ടായിരുന്നില്ല. ആ മഹാസമ്മേളനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് എഴുന്നേറ്റു. ഫഹമിദല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഫഹമിദല്ലാഹ്, ആദ്യമായി സകലമാന നേട്ടത്തിന്റെ പുറകിലും ഈശ്വര സാന്നിധ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ തന്റെ എല്ലാ നേട്ടങ്ങളുടെയും പുറകിൽ നിന്ന് പടച്ച തമ്പുരാനെ സ്തുതിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ നന്നാക്കി തന്നില്ലേ, നിങ്ങളുടെ ദുസ്വഭാവം മാറിയില്ലേ എന്നല്ല. ആ വിടവാങ്ങുന്ന നേരത്ത് പറഞ്ഞ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ പ്രഘോഷണ ആമുഖം ഇങ്ങനെയായിരുന്നു: ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ വഫി ശഹരി ഹാദാ വഫി ബലദി ഹാദാ. ലോക ചരിത്രത്തിന്റെ പ്രഭാഷകരും നേതാക്കളും അത്ഭുതപ്പെടുത്തും വിധം പ്രവാചകൻ ആദ്യം പറഞ്ഞത് ഇന്ന് സമകാലീന ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണതയ്ക്കുള്ള മറുപടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ രക്തം, വഅംവാലക്കും, നിങ്ങളുടെ സമ്പാദ്യം, വഅറാലക്കും, നിങ്ങളുടെ അഭിമാനം, ഇത് മുഴുവനും നിഷിദ്ധമാണ്. നിങ്ങൾ ഈ ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ, നിങ്ങളുടെ തൊട്ടടുത്തവൻ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്, എനിക്ക് ശേഷം നിങ്ങൾ സംരക്ഷിക്കേണ്ടത് മക്കയല്ല, ഞാൻ പിടിച്ചടക്കി തന്ന മദീനയല്ല, ഖൈബറും ഖന്തക്കുമല്ല. നിങ്ങൾ സംരക്ഷിക്കേണ്ടത് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ അഭിമാനമാണ്. അവന്റെ അഭിമാനം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്ന പരാമർശങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പരിശുദ്ധിയുള്ളത്. ഏതുപോലെ അറഫ മൈതാനത്ത് നിങ്ങൾ മനസ്സിൽ എത്ര പരിശുദ്ധി നൽകുന്നുവോ, ഈ ഹജ്ജ് നടക്കുന്ന ദുൽഹജ്ജ് മാസം നിങ്ങളുടെ മനസ്സിൽ എത്ര പവിത്രമാണോ, ഈ നിൽക്കുന്ന സ്ഥലം, ഈ മക്കാ പട്ടണം എത്രമേ നിങ്ങൾക്ക് വൈകാരികമാണോ, അതിനേക്കാൾ വൈകാരികമാകണം നിങ്ങളുടെ സഹോദരന്റെ അഭിമാനം. ആ അഭിമാനത്തെ ഹനിക്കുന്നതൊന്നും ഉണ്ടാവരുത് എന്ന് ആദ്യമായി മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞ, മാനവനാണ് മഹോന്നതനെന്ന് പറഞ്ഞ, മനുഷ്യത്വമാണ് വലുതെന്ന് പറഞ്ഞ അയൽപക്കക്കാരനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം, അതവന്റെ അഭിമാനത്തെ പിച്ച് ചിന്താൻ അത് കാരണമാവില്ല. നിങ്ങളുടെ കൂട്ടുകച്ചവടക്കാരനോട് അഭിപ്രായ വ്യത്യാസമുണ്ടാവാം, പക്ഷേ ഫേസ്ബുക്കുകളിൽ, മുഖമില്ലാത്ത ബുക്കുകളിൽ, മുഖമുള്ള പ്രൊഫൈലുകളിൽ നിങ്ങൾക്കത് സാധ്യമല്ല. ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ച് ചീന്തരുത് എന്ന് ലോകത്തോട് ആദ്യം പറയാൻ, ഇന്നത്തെ സാമൂഹ്യ ലോകത്തിന്റെ തിന്മക്കെതിരെ പൊരുതാൻ കാലം തേടുന്ന ഒരു പ്രവാചകരെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ രാവിലെ എഴുന്നേൽക്കുന്ന പത്രമാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ചാനലുകൾ, അഭിമാനം നഷ്ടപ്പെട്ടു പോയി എന്ന പെണ്ണിന്റെ ആർത്തനാദങ്ങൾ, അഭിമാനം ഹനിക്കപ്പെട്ടു എന്ന് പുരുഷൻ അഭിമാനമില്ലേ എന്ന മറുചോദ്യങ്ങൾ, ഫേസ്ബുക്കുകളുടെ വാളുകൾ, ചാനലുകളുടെ വാളുകൾ, അഭിമാനത്തിന്റെ തിരസ്കരണത്തിന്റെ കഥ പറയുമ്പോൾ എനിക്കെതിരെ അപമാനം നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാൻ ആൺപെൺ വ്യത്യാസമില്ലാതെ സ്റ്റേഷനുകളുടെ വരാന്തകൾ കയറി ഇറക്കുന്ന ഒരു കാലത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ ഒരു പ്രഖ്യാപനമുണ്ട്.
അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചിന്തരുത്. അത് ഏത് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല, സമകാലീന സംഭവങ്ങളുമായിട്ട് ഇതൊരു ബന്ധമില്ല. കാലങ്ങൾക്കപ്പുറത്തേക്ക് നടന്നുപോയ പ്രവാചകന്റെ മഹിതമായ അധ്യാപനങ്ങൾ സമകാലീന പൂരണങ്ങൾക്കൊരു സമസ്യകൾക്കൊരു പൂരണമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഇതിന്റെ കൂടെ നിങ്ങൾ കഥാപാത്രങ്ങളെ കണ്ടുപിടിച്ചാൽ അവനവന്റെ മനസ്സിലുള്ള താല്പര്യത്തിനപ്പുറം ചില മുഖങ്ങൾ തെളിഞ്ഞു വരുമെന്നല്ലാതെ അക്കാര്യത്തിലേക്ക് നമുക്കൊന്നുമില്ല. നിങ്ങളുടെ അത് ഏത് ലഭ്യമായ അടിസ്ഥാനത്തിലാണ്? പോസ്റ്റ് ഇട്ടവർ പിൻവലിക്കുന്നു. എനിക്ക് ലഭ്യമായ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഞാനത് പിൻവലിക്കുന്നു. പിൻവലിക്കാൻ മാത്രമല്ല, പറയാൻ പാടില്ലാത്തതാണ് മനുഷ്യന്റെ അഭിമാനം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫേസ്ബുക്കുകളില്ല, വാട്സാപ്പുകളില്ല, ക്യാമറകളുടെ സംവിധാനമില്ല. ആ സമയത്താണ് പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നത്. ആരാണ് അനുയായികൾ? ഔസും ഖസറജും. ഗോത്രത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ അരയിൽ വാള് തൂക്കിയിട്ടിട്ട് ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടാൻ കാത്തിരുന്ന പ്രകൃതമുള്ള ഒരു ജനത. അവരുടെ ഉള്ളിൽ വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, വിക്ഷുബ്ധതകൾ ഉണ്ടായിരുന്നു, പ്രതികാരം വീട്ടണം എന്ന മോഹമുണ്ടായിരുന്നു. അല്ലാതെ വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ അപ്പോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോ അതിന്റെ മേൽ വിയോജിക്കുകയും അതിന്റെ മേൽ എതിർക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ജനതയെ പോലെയല്ല. അതിനേക്കാൾ വൈരാഗ്യവും അതിനേക്കാൾ മുൻവിധിയും അതിനേക്കാൾ വലിയ കലാപവും ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ജനതയോടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. ഇയ്യാകും വല്ലന്ന, ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിലെ മുഖ്യമായ ഹേതു ഊഹാപോഹങ്ങളാണ്. സത്യത്തിന് അവലംബമില്ലാത്ത വിവരങ്ങളാണ്. ഞാൻ ഈ പറയുന്നത് ചാനലുകളോട്, മൈക്കുമായി തൂക്കി നടക്കുന്നവരോട്, അവരവരുടെ വിവരശേഖരത്തിനോട് പോകുന്നവരോടൊക്കെ ഇയ്യാകും വല്ലന്ന, ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവൻ അതിലേ പോയിരുന്നു, അതിനു മുമ്പ് ഒരു കോള് വന്നിരുന്നു, അങ്ങനെ ആയിരുന്നു. അങ്ങനെയല്ല, ഈ ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. സാമൂഹ്യമായ സൗഹാർദ്ദത്തെ നഷ്ടപ്പെടുത്തുന്നതിന്റെ പുറകിൽ ഊഹാപോഹങ്ങൾക്ക് വലിയ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് വലാ തഹാസദു വലാ തബാഗളു വലാ തദാബറു വലാ തനാഫസു വലാ തജസ്സസു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം അസൂയ പാടില്ല, പരസ്പരം വിദ്വേഷം പടർത്താൻ പാടില്ല, പരസ്പരം രഹസ്യമായി ഒരാളുടെ പുറകിൽ രഹസ്യ ക്യാമറയും ഒളി ക്യാമറയുമായി പോവാൻ പാടില്ല. നിങ്ങൾ ഒളി ക്യാമറകളുമായി ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ പാടില്ല എന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം മാനവികമായ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്, മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കാനാണ്. കാരണം മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കൽ മനുഷ്യകുലത്തിന്റെ ബാധ്യതയാണ്. വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ നിങ്ങൾ ബഹുമാനിക്കണം. ജാതിക്കപ്പുറം, വർഗത്തിനപ്പുറം, വർണ്ണത്തിനപ്പുറം, ഭാഷക്കപ്പുറം, ദേശത്തിനപ്പുറം മനുഷ്യനെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ മേൽ കുറെ ചങ്ങലകളാൽ നിങ്ങൾ ബന്ധനസ്ഥരായിരുന്നു, അത് ഞാനിപ്പോൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ പ്രവാചകൻ പൊട്ടിച്ചെറിഞ്ഞ ചില ചങ്ങലകളുണ്ട്. അത്രമേൽ ശരീരത്തെയും മനസ്സിനെയും വലിഞ്ഞു മുറുക്കുകയും ഗാഢമായി നമ്മളെ പുണരുകയും ഒരിക്കലും അത് പൊട്ടിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതിനെ നമുക്ക് പൊട്ടിച്ചെറിയാൻ കഴിയേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗം. മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കൂ. ജാതിക്കപ്പുറം, വർണ്ണത്തിനപ്പുറം, വർഗത്തിനപ്പുറം, അതിനായിരുന്നുവല്ലോ നമ്മുടെ പോരാട്ടം. ആരോടാണ് ഇത് പറയുന്നത്? ബിലാലിന്റെ നേതാവാണ് പറയുന്നത്, സുഹൈബിന്റെ നേതാവാണ് പറയുന്നത്, അമ്മാറിന്റെ നേതാവാണ് പറയുന്നത്. ജാതിക്കപ്പുറം,
മതത്തിനപ്പുറം ദേശത്തിനപ്പുറം മനുഷ്യന് നിങ്ങൾ ബഹുമാനം കൊടുക്കണം. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ മാനവ ലോകത്തെ മുഴുവനും പൊട്ടിക്കരയുന്ന ഒരു അനുഭവം പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിച്ഛേദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണല്ലോ. അത് അവിടെ നിന്നാണല്ലോ പഠിച്ചത്. അവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അനുഭാവം നമ്മളോട് പറയുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു കാട്ടാള പ്രകൃതമുള്ള ആസുര സ്വഭാവമുള്ള ഉമർ മുസ്ലിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് അവിടുത്തെ ജീവിതത്തെ പഠിച്ചു. പിന്നീട് ഉമർ റളിയല്ലാഹു തആല ഖലീഫയായി. ആ ഖലീഫയായ സമയത്ത് ഒരു കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടിയോട് ഹാജരാവാൻ പറഞ്ഞു. പട്ടാളക്കാര് പോയി ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഒരു കേസിന്റെ വിചാരണയ്ക്ക് സാക്ഷിയായി നാളെ ഉമറിന്റെ മുമ്പിൽ ഹാജരാകണമെന്ന് നിനക്ക് ഉത്തരവുണ്ട്. അത് കേട്ട താമസം നിരാലംബയായ പാവപ്പെട്ട ആ പെണ്ണ് ഉമറിന്റെ മുമ്പിൽ, ആരാ ഉമർ, കിസ്രയും കൈസറും കിടുകിടാ വിറക്കുന്ന ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നീതിബോധത്തിന്റെ അടയാളമായ കാരിനിമ്പിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമയെന്ന് ചരിത്രം പറഞ്ഞ ഒറ്റവെട്ടിന് തീരുമാനം നടപ്പാക്കുന്ന ഉമറിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന ബോധ്യം വന്നപ്പോൾ ആ പെണ്ണിന് ഈ ഉത്തരവ് വന്ന ഉടനെ അവൾ ഗർഭിണിയായിരുന്നു. അവൾ വല്ലാതെ ഭയന്നു പോയി. ആ ഭയത്തിൽ അവൾക്ക് ഗർഭഛിദ്രം സംഭവിച്ചു. വലിയ പ്രശ്നമായി. ആ കാലത്തെ ആ ഗർഭഛിദ്രം ആ കാലത്തിലെ വലിയ പ്രശ്നമായി. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഉത്തരവ് കയ്യിൽ കൊടുത്തപ്പോൾ ആ ഗർഭിണിക്ക് ഗർഭഛിദ്രം സംഭവിച്ചു, എന്താ ചെയ്യുക? ഉമർ റളിയല്ലാഹു തആല അൻഹു പരലോകത്തെ വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ നാളെ ഒരു വിചാരണ എന്നുള്ള മതബോധത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ വിധിവിലക്കുകളും അല്ലല്ലോ, അതിനപ്പുറം ഒരു കോടതിയുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു സദസ്സിൽ നിൽക്കുന്ന മുഴുവൻ സഹാബത്തിനോട് ചോദിച്ചു, ഞാൻ ഇതിന് ഉത്തരക്കാരനാണോ? ഈ ഗർഭചിത്തത്തിന്റെ ഉത്തരവാദി ഞാനാണോ അല്ലയോ? കണ്ണു തുറന്ന് കേൾക്കുക, സമകാലീന സമസ്യകളോട് ചേർത്ത് വെക്കുക. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഈ ഗർഭചിത്രത്തിന്റെ ഉത്തരവാദി ആരാണ്? എല്ലാവരും പറഞ്ഞു, ഉമറേ, നിങ്ങൾ അദ്ദേഹത്തെ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽ ഒരു കേസ് വന്നപ്പോൾ സ്വാഭാവികമായി നീതി നടപ്പാക്കാൻ ഒരു സാക്ഷിയെ വിളിപ്പിക്കുന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് പ്രകാരം നിങ്ങൾ ആ സാക്ഷിയെ വിളിച്ചു. അത് കേട്ടിട്ട് പേടിച്ചവര് ഗർഭചിത്രം ആയിപ്പോയാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയല്ല. എല്ലാവരും പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ആ അഭിപ്രായം പറഞ്ഞു. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് സമാധാനം വന്നില്ല. അവിടെയാണ് പ്രശ്നം. ആളുകളൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നല്ല, ഞാനതിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു എന്നല്ല. ഉമർ റളിയല്ലാഹു തആല സമാധാനം വന്നില്ല. ഈ നീതിയുടെ നിർവാഹകന്റെ മുമ്പിൽ വലിയൊരു പ്രഹേളിക പോലെ ഉയർച്ചു നിന്നു. അതുകൊണ്ടാണ് ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാർ ജാതിയുടെ പേരിൽ വെട്ടിമരിച്ച് ശിരസ്സറ്റ കബന്ധങ്ങൾ ഡൽഹിയിലെയും ബോംബെയിലെയും തെരുവോരങ്ങളിൽ ഒരുമിച്ച് കൂടിയപ്പോ നവകാലിയുടെ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നിട്ട് ഇന്ത്യ രാജ്യത്തിൽ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇവിടെ അറേബ്യ ഭരിച്ച ഉമർ വരണമെന്ന് ചരിത്രത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞത് ഈ ഉമറിനെ കുറിച്ചാണ്. ഉമറിന് സമാധാനമില്ല. ആരൊക്കെയോ ഒരു പ്രസംഗം കേട്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു, മുസ്ലിമീങ്ങൾ ഇവിടെ ഭൂരിപക്ഷമായി വന്നാൽ അവർ ഭരിച്ചാൽ വലിയ പ്രശ്നമാണ്. അതിന് മറുപടി ഞാൻ പിന്നീട് പറയാം. ഭരിച്ചത് കൊണ്ട് ഒരു വർഷം ഇവിടെ മുസ്ലിമീങ്ങൾ അധികാരത്തിൽ വരും. വർഗീയമായ വിഭജനം നടത്തി മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേലിക്കെട്ട് നടത്തുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കത് പിന്നീട് പറയാം. ഫലസ്തീൻ മാത്രമല്ല, വാവരി സാബി പോലും തീവ്രവാദിയായ ഒരു കാലത്താണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നതാണ് പുതിയ കാലത്തിന്റെ വലിയ സവിശേഷത. ഫലസ്തീനികളായിരുന്നു ഇതുവരെ. ഇപ്പോൾ എരുമേലിയുടെ ശബരിമലയിലെ വാവരി സ്വാമി പോലും തീവ്രവാദമെന്ന മനോഹരമായ പട്ടം ചാർത്തപ്പെട്ട ആളായി മാറിയ പുതിയ കാലത്താണ്. ഇനി ആരൊക്കെ ആ ലിസ്റ്റിലേക്ക് വരുമെന്നറിയില്ല, ആരെയൊക്കെ ആ പട്ടം ചാർത്തുമെന്നറിയില്ല. അങ്ങനെ കേൾക്കാൻ ഇമ്പകരമുള്ള ഒരു പട്ടമായി ആർക്ക് ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന സവിശേഷ പദമായി ആ വാദം അങ്ങനെ മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഉമർ റളിയല്ലാഹു സമാധാനം വന്നില്ല. ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ നോക്കുമ്പോ അലി റളിയല്ലാഹു തആല മാത്രം നിശബ്ദനായി നിൽക്കുന്നു. അദ്ദേഹം ഒരഭിപ്രായവും പറഞ്ഞില്ല. ബാക്കി ഭൂരിപക്ഷമെല്ലാം അനുകൂലമാണ്. അലിയോട് ചോദിച്ചു, അലിയെ,
നിങ്ങൾ എന്താണ് നിശബ്ദനായിരിക്കുന്നത്? എല്ലാവരും തീരുമാനം പറഞ്ഞല്ലോ നിങ്ങൾ നിരപരാധിയാണെന്ന്. അല്ല അലിയെ, എനിക്കുറപ്പുണ്ട് ഇരിക്കുന്ന സദസ്സിൽ ഏറ്റവും വലിയ പണ്ഡിത പരിജ്ഞാനത്തിൽ പ്രാവീണ്യമുള്ളത് നിങ്ങൾക്കാണ്. അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹ. ഞാൻ ഇൽമിന്റെ നഗരമാണെങ്കിൽ നിങ്ങൾ അതിന്റെ കവാടമാണെന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാതെ എനിക്ക് സമാധാനമാവില്ലെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറേ, നിങ്ങളുടെ പേര് കേട്ടപ്പോഴാണ്, നിങ്ങൾ ആ കുറിപ്പ് കൊടുത്തപ്പോഴല്ല അവൾക്ക് പേടിയുണ്ടായത്. ആ കുറിപ്പല്ല, താളിയോലയിലോ ഈത്തപ്പന മരത്തിന്റെ ഓലയിലോ ഒട്ടകത്തിന്റെ തോലിലോ ചേർത്ത് വെച്ച ആ തോൽക്കഷണം കണ്ടപ്പോഴല്ല അവൾ പേടിച്ചത്. അവൾ പേടിച്ചത് ഉമർ എന്ന് നിങ്ങളുടെ പേര് കേട്ടപ്പെടാൻ. ആ ഒരാളുടെ പേര് കേട്ടുമ്പോൾ അവർ ഭയപ്പെട്ട് ഗർഭചിത്രം നടക്കണമെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ വൈകല്യമാണ്. അത് നിങ്ങളുടെ കാർക്കശ്യം എന്ന് പറയുന്ന സ്വഭാവത്തിന്റെ വൈകല്യമാണ്. അതുകൊണ്ട് അതിന് പൂർണ്ണമായ ഉത്തരവാദി നിനക്കാണ് ഉമറേ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ പിടിച്ചു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങി ഏങ്ങി പൊട്ടിക്കരയുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചക സാന്നിധ്യത്തിൽ നിന്ന് പഠിച്ച ഈ നന്മകളുടെ പരിച്ഛേദങ്ങളെ ലോകാവസാനം വരെയല്ല ഇപ്പോഴും അതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ കാരണത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ലെന്ന്. ആർക്കൊഴിവാക്കാൻ കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം. സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം. മാലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാരിയതൻ വലംറഅതൻ. എൻ്റെ ഹബീബായ നബി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെ ഒരു വിരൽ കൊണ്ട് പോലും വേദനിക്കുന്ന രീതിയിൽ അടിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ സ്ത്രീയെ ബഹുമാനിച്ചതാണ്. മക്കയിൽ പീഡനങ്ങൾ പൂർത്തിയാകുന്ന നേരത്ത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ചോദിക്കുന്നുണ്ട്, നബിയെ, എന്നാണ് പീഡനങ്ങൾ അവസാനിക്കുക? നമുക്ക് അധികാരം കിട്ടുമ്പോഴൊന്നല്ല, നമ്മൾ ഭൂരിപക്ഷമാകുമ്പോഴൊന്നല്ല. ഉമറേ, മുതൽ ഹളറമൗത്ത് വരെ ഒരു സ്ത്രീ രാജ്യത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധം ഈ നാട് നന്നാകുന്നു, അന്ന് പീഡനങ്ങൾ അവസാനിക്കും. ഒരു നാഗരികതമാകണമെങ്കിൽ സ്ത്രീ ആദരിക്കപ്പെടണം. ഒരു സിവിലൈസേഷൻ ആകണമെങ്കിൽ അവിടെ സ്ത്രീ ആദരിക്കപ്പെടണം. എത്ര നാരീസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നു അവിടെ ദേവന്മാർ ഉപസാദിക്കുമെന്നാണ്. എവിടെയാണിത് പറയുന്നത്? നടന്നു പോകുന്ന വഴിയിൽ, പാതിരാ സമയത്ത് നടന്നു പോകുന്ന വഴിയിൽ മാനഭംഗം ചെയ്തു വലിച്ചെറിയപ്പെട്ട നിർഭയ എന്ന പെൺകുട്ടിക്ക് ഇപ്പോഴും നീതി ലഭിക്കാതെ കുറ്റവാളികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയത്ത് പട്ടാപ്പകൽ നടന്നുപോയ പെണ്ണിനെ മലത്തിക്കടത്തി മാനഭംഗം ചെയ്ത് ചട്ടുകെട്ടിലേക്ക് വലിച്ചെറിഞ്ഞവൻ ജയിലടികളിൽ കിടന്ന് തടിച്ചു മുറുകുന്ന ഒരു കാലത്ത്, നീതിക്ക് വേണ്ടി പെണ്ണ് വിലപിക്കുന്ന ഒരു കാലത്ത്, അപമാനത്താൽ അവളെ തല കുനിച്ചു പോകുന്ന ഒരു കാലത്ത്, സ്വന്തം ജാതിയിൽപ്പെടാത്തവനെ പ്രേമിച്ചതിന്റെ പേരിൽ നാട്ടുസഭ കൂടിയിട്ടും മാലോകരുടെ മുമ്പിൽ വെച്ച് 18 പേരുടെ പെണ്ണിനെ മാനഭംഗം ചെയ്ത് അവളുടെ മാനത്തിന് വില നിശ്ചയിക്കുന്ന ഒരു കാലത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ കുഴിച്ചു മൂടിയ കാലത്ത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെ ശയിക്കുന്നത് കണ്ടാൽ അടുത്തവന്റെ വീട്ടിലെ പെണ്ണിന്റെ അടുത്ത് പോയി ആവശ്യം തീർത്തിരുന്ന ധാർമ്മികത തൊട്ടു തീണ്ടാത്തൊരു സമൂഹത്തോട് ഒരു സിവിലൈസേഷൻ ആകണമെങ്കിൽ അവിടെ സ്ത്രീ ആദരിക്കപ്പെടണം എന്ന് ലോകത്തൊരു പ്രവാചകന് പറയാൻ കഴിയണമെങ്കിൽ ആ പ്രവാചകൻ ഈ കാലത്തിനല്ലാതെ വേറെ ഏത് കാലത്തിനാണ് വഴികാട്ടിയാവുന്നത്? സ്ത്രീ ആദരിക്കപ്പെടണം. പക്ഷേ അവർ രണ്ടുപേരും, ഒരാണും പെണ്ണും തമ്മിൽ അനാശാസ്യകരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആണും പെണ്ണും ഓരോരുത്തർക്കും 80 അടി വെച്ച് കൊടുക്കണമെന്നാണ്. അതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. അതിനകത്ത് പെണ്ണ് എന്ന് പറയുന്ന സ്ത്രീ എന്നൊരു പ്രിവിലേജ് ഇല്ല. തെറ്റ് സംഭവിച്ചാൽ മനസ്സിലാവണില്ലേ? തെറ്റിലെല്ലാവരും ഒരുപോലെയാണ്. ആണ് മാത്രമല്ല, അവിടെ മോഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം സാരിക്കു മോഷ്ടിച്ച ആണ്, വസാരിക്കത്തു മോഷ്ടിച്ച പെണ്ണ്. വ്യഭിചാരത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു തർത്തീബിന്, അത് മുത്തലീമിങ്ങൾക്ക് മനസ്സിലാവും, പിന്നീട് മനസ്സിലായിക്കൊള്ളുക.
അവിടെ തർത്തീബിന് പ്രാധാന്യമുണ്ട്. വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ ആദ്യം അസ്സാനിയത്തു വസ്സാനി, മോഷണത്തിന്റെ കാര്യത്തിൽ വസ്സാരിഖു വസ്സാരിഖത്തു. ഇതാണ് ലോകത്തോട് പ്രവാചകൻ പറഞ്ഞതെങ്കിൽ ഒരാൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടാത്ത മനുഷ്യൻ എന്ന പ്രഥമമായ പരിഗണന കിട്ടുന്ന ഒരു കാലത്തെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. ആ ചെയ്യുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൃക്സാക്ഷിയുടെ വിവരണമുണ്ട്. ആ ദൃക്സാക്ഷിയാണ് സയ്യിദുനാ ബിലാൽ. സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, കറുകറുത്ത ബിലാൽ, ഇന്ന് ലോകത്തടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യകുലത്തിന്റെയും നേതാവായ ബിലാൽ. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ, ഭാഷയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ, അറബികളായതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവർ, എല്ലാവരുടെയും വലിയൊരു നേതാവായി ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാരതന്ത്രമേതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പാരതന്ത്രമേതാണ്? ഇന്ത്യയുടെ 150 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുമ്പോ അവിടെ ചോദ്യം വരുന്നുണ്ട്, ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയതാണോ സ്വാതന്ത്ര്യം, അതല്ല 1000 വർഷമായി അടിച്ചമർത്തപ്പെട്ട സവർണന്മാരിൽ നിന്ന് അവർണന്മാര് നേടിയതാണോ സ്വാതന്ത്ര്യം? ഏതാ സ്വാതന്ത്ര്യം? കാലിഫോർണിയ സർവകലാശാലയിൽ ഇരിക്കുന്ന ഡോക്ടർ അംബേദ്കറിനെ കാണാൻ ലാലാ ലജ്പത് റായി പോയിട്ട് അംബേദ്കറോട് പറയുന്നുണ്ട്, മിസ്റ്റർ അംബേദ്കർ, നിങ്ങളുടെ സാന്നിധ്യം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിച്ച് സ്വാതന്ത്ര്യം നേടാൻ അംബേദ്കറിനെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ലാലാ ലജ്പത് റായി ക്ഷണിക്കുമ്പോ അംബേദ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെയല്ലേ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വന്നതാണോ? 150 വർഷം ബ്രിട്ടീഷുകാരന്റെ കീഴിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചുവല്ലേ? എന്റെ വർഗം, കീഴാളരായ ദളിതന്മാർ 1000 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കൊരു വേദനയല്ല. അവരുടെ പാരതന്ത്ര്യം നിങ്ങൾക്കൊരു പാരതന്ത്രമല്ല. നിങ്ങൾക്കിപ്പോൾ 150 വർഷമായെങ്കിൽ വേദനിക്കുന്നെങ്കിൽ 1000 വർഷമായി ജാതിയുടെ പേരിൽ, നിറം കറുത്തതിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ എന്റെ സമൂഹം അനുഭവിക്കുന്ന ഒരു പാരതന്ത്രത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് നടന്ന എത്ര പണിമുടക്ക് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്? എത്ര പണിമുടക്ക് CITU-ന്റെ, STU-ന്റെ, INTUC-യുടെ ധാരാളം പണിമുടക്ക് നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്കിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ പണിമുടക്ക് സമരം വെളിപ്പാടകലെ വെങ്ങാനൂരാണ് തുടങ്ങിയത്. എന്തിനായിരുന്നു പണിമുടക്കെന്നറിയോ? കൂലി കൂട്ടാനല്ല, അവധി കുറയ്ക്കാനല്ല, ശമ്പള വേതനത്തിനല്ല, ഒരു ദളിത് പെൺകുട്ടിക്ക് സ്കൂളിൽ പോയി വിദ്യ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് വെങ്ങാനൂർ തുടങ്ങിയത് എന്ന് ചരിത്ര സത്യത്തെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ കാലം അത്രമേൽ ഭീകരമായിരുന്നു. അന്നാണ് കുമാരനാശാൻ കവിത എഴുതിയത്, കരയുന്നതെന്തിന് ഭാരതതരെ, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമല്ലേ തായെ. എന്തിനാണ് ഭാരതമേ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ എടുത്തിട്ട് കുമാരനാശാൻ എന്ന് എഴുതുകയാണ്, കരയുന്നതെന്തിന് ഭാരതതരെ, പാരതന്ത്ര്യം വിധികൽപ്പിതമല്ലോ തായെ. എന്റെ അമ്മേ ഭാരതാംബേ, ഈ പാരതാന്ത്രം നിനക്ക് വിധികൽപ്പിക്കപ്പെട്ടതാണ്. ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിലടിക്കുമ്പോൾ അത് കണ്ടിട്ടല്ലേ നീ കരയേണ്ടത്? ബ്രിട്ടീഷുകാരനെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് വള്ളത്തോൾ അതിന് മറുപടി എഴുതുന്നുണ്ട്. ആ കവിതയുടെ പേര് തന്നെ ഒരു മറുപടി. അതിൽ വള്ളത്തോൾ പറയുന്നുണ്ട്, സോദരർ തമ്മിലുള്ള കലഹമാണോ, അതുള്ളിലെ ചെറിയ പിണക്കങ്ങളല്ലേ? വള്ളത്തോൾ അങ്ങനെ പറയാം, കാരണം വള്ളത്തോൾ നാരായണ മേനോനാണ്. മേനോനത് പറയാം, മേനോൻ അടിച്ചവനാണ്, കുമാരനാശാൻ അടി കൊണ്ടവനാണ്. ഈ കുടുംബത്തിലെ കലഹത്തിൽ അടികൊള്ളുമ്പോ അടിച്ചവന് നോവില്ല, പക്ഷെ അടികൊണ്ടവന് നോവും. അതുകൊണ്ട് വള്ളത്തോളിന് പറയാം ഇത് കലഹമാണെന്ന്, പക്ഷെ കുമാരനാശാന് പറയാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ അത്രമേൽ ജാതിയുടെ മേൽക്കോയ്മ, ഉപ്പെന്ന് പറയാൻ കഴിയാത്തവർ, അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവകാശം നിഷേധിക്കപ്പെട്ടവർ, പതുകലിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. പകൽ റോഡിലൂടെ നടന്നു പോയാൽ സൂര്യന്റെ ചൂടേറ്റിട്ട് സൂര്യപ്രകാശത്തിൽ തണല് വരുന്നത് കൊണ്ട്
ആ തണൽ ഒരു മേൽജാതിക്കാരന്റെ ശരീരത്തിൽ വന്നാൽ അതവന് വലിയ പ്രശ്നമാകുന്നത് കൊണ്ട് പകൽ വെളിച്ചത്തിൽ വെളിയിലിറങ്ങാൻ കഴിയാതെ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന ഈ കേരളത്തിലെ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയുണ്ട്. കല്ലറ സുകുമാരനുണ്ട്. സ്വന്തം അമ്മ മരിച്ചുപോയ അമ്മയുടെ മൃതദേഹം കുഴിച്ചിടാൻ അരത്തുണ്ട് ഭൂമിയില്ലാതെ താൻ വർഷങ്ങളായി ജോലി ചെയ്യുന്ന യജമാനന്റെ മുമ്പിൽ പോയി അമ്മയുടെ മൃതദേഹം കയ്യിൽ പിടിച്ചിട്ട് അമ്മയുടെ ശരീരം കുഴിച്ചിടാൻ 6 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിൽ കിടക്കുന്ന നായ അഴിച്ചുവിട്ട് തന്റെ അമ്മയുടെ തണുത്തുറഞ്ഞ മൃതശരീരം കടിച്ചു നീറാൻ വേട്ടനായ്ക്കൾ പാഞ്ഞു വരുമ്പോ ആ സമയത്ത് അമ്മയുടെ ശരീരവും കയ്യിൽ പിടിച്ചോടി സ്വന്തം അമ്മയുടെ മൃതശരീരം കുരിച്ചിടാൻ അരസന്റെ ഭൂമിയില്ലാതെ വേമ്പനാട്ട് കായലിലേക്ക് കല്ല് കെട്ടി വലിച്ചെറിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്കൊരു ഒരു പിടി മണ്ണ് വേണം, എനിക്കിന്നൊരു പിടി മണ്ണ് വേണം, എന്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാനെന്ന് മണ്ണ് എന്ന കവിത എഴുതിയ കല്ലറ സുകുമാരൻ ജീവിച്ചിരുന്നത് അത്ര അകലെയൊന്നുമല്ല. ആ കാലത്താണ് ബിലാല് തന്റെ കഥ പറയുന്നത്. ഞാനൊരു പ്രവാചകനെ കണ്ടു. മക്കാ ഖുറൈശികളെ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ പാതിരാ സമയത്ത് അവരവിടെ ഇരുന്ന് ലലനാമണികളായ പെൺകുട്ടികളുടെ കൂടെ ആടിയും പാടിയും രസിച്ചും അവര് കഴിയുമ്പോ അവരുടെ ഒട്ടകത്തിന്റെ ചുട്ടെടുത്ത ഇറച്ചി കൊണ്ടുപോയി വിളമ്പി കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കും, മദ്യം വിളമ്പാൻ എന്നെ ഏൽപ്പിക്കും. ഞാൻ കറുത്തവനാണ്, ആഫ്രിക്കക്കാരനാണ്, ഹബിഷിയാണ്, മേൽവിലാസമില്ലാത്തവനാണ്, അടിമയാണ്, ആരോരുമില്ലാത്തവനാണ്, എനിക്ക് വേണ്ടി കരയാൻ ഒരു തുള്ളി കണ്ണുനീർ എനിക്ക് പുറത്തില്ലാത്തവനാണ്. ഞാൻ അവർക്ക് കൊണ്ടുപോയത് വിളമ്പി കൊടുക്കുമ്പോ ക്രൂരമായ വിനോദം പോലെ ചാട്ടവാറ് കൊണ്ടവരെന്റെ നഗ്ന ശരീരത്തിൽ ആഞ്ഞടിക്കും. ഞാൻ എന്ന് പുളയുമ്പോൾ ആ പുളച്ചിലിന്റെ ശബ്ദം കേട്ടവർ ആർത്തു വിളിക്കും. അങ്ങനെ പാതിരാവരെ നീണ്ടുന്ന സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിലെ ഉന്മാദ നൃത്തം കഴിഞ്ഞ് അവരെല്ലാവരും തളർന്നു കടന്ന് പെണ്ണിനെയും കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോ ഞാൻ മെല്ലെ എഴുന്നേക്കും. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണില്ല. ഒരൽപ്പം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അവർ കടിച്ചു തുപ്പിയ അവശിഷ്ടം അന്വേഷിച്ച് ഞാൻ അവരുടെ കുതിരലായത്തിന്റെ പുറകിലൂടെ പോകുമ്പോൾ ഞാൻ എങ്ങാനും കഴിച്ചാലോ, ഞങ്ങൾ കഴിച്ചത് അടിമ കഴിച്ചാലോ എന്ന് വിചാരിച്ച് അവരാ ഒട്ടകത്തിന്റെ ഇറച്ചിയുടെ അവശിഷ്ടത്തിലേക്ക് ഒട്ടകത്തിന്റെ ചാണകം വാരിയിട്ടിട്ടാണ് അവർ കിടന്നുറങ്ങിയത്. എന്നാലും അവൻ കഴിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ എത്ര രാത്രി ഞാൻ ആ ഒട്ടകത്തിന്റെ ചാണകം വലിച്ചു നിന്ന് എന്റെ വിശപ്പടക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ഒട്ടകത്തിന്റെ ചാണകമായിരുന്നു എന്റെ ഭക്ഷണം. ആടിമത്തത്തിൽ കഴിയുമ്പോഴാണ് ആരോ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത്, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹം എല്ലാ അടിമത്ത ചങ്ങലയും പൊട്ടിച്ചെറിയാൻ വന്നനാണെന്ന് എന്നോട് ആരോ പറഞ്ഞപ്പോ ഞാൻ ആ പ്രവാചകനെ കാണാൻ പോയി. കൈവാലയത്തിന്റെ മുറ്റത്തുണ്ടെന്ന് ആരോ പറഞ്ഞു. ഞാൻ ആ കൈവാലയത്തിന്റെ മുറ്റത്തേക്ക് എന്റെ പ്രവാചകനെ കാണാൻ അവിടെ എത്തുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മാരിവില്ല് പ്രതീക്ഷിച്ചു പോകുന്ന ഞാൻ ആ കൈവാലയത്തിന്റെ കൊച്ചുഭാഗത്തൊരു പ്രവാചകനെ ഞാൻ കണ്ടു. കണ്ട മാത്രയിൽ എന്റെ കാലുകൾക്ക് ചങ്ങലക്കെട്ടിട്ടതുപോലെ ഞാൻ നിന്നുപോയി. കാരണം എന്റെ പ്രതീക്ഷക്കപ്പുറം മന്ദമാരുതൻ ആടി വീശുമ്പോ അതിന്റെ മറുഭാഗത്തിലൂടെ ആ കാറ്റിന്റെ സിരകളിലൂടെ വരുന്ന ഒരു മാരുവിൽ ആകാശത്ത് ഉദിച്ചതുപോലെ ചുവപ്പ് കലർന്ന വെളുപ്പ് മുഖം, എത്ര കുലീനത്വമാണ്, എത്ര മഹത്തായ ഭാവമാണ്. ആ മുഖത്തേക്ക് നോക്കി അമ്പിളിത്തിങ്കൾ കലയുടെ പ്രസന്ന വദനത്തെ നേരിടാൻ കഴിയാതെ എന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞുപോയി. ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയ ഒരു മഹാമനുഷ്യന്റെ അടുത്താണോ ഞാൻ പോകാൻ പോകുന്നത്? അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? ഞാൻ അടുത്ത് കണ്ട ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ മെല്ലെ ഒളിച്ചു. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുന്നുണ്ട്. ഞാൻ നേരിടാൻ കഴിയാതെ സങ്കോചം കാരണത്താൽ ആ സമയത്ത് ഞാൻ ഉടുത്തിരിക്കുന്നത് ഒട്ടകത്തിന് കൊണ്ടുവന്നു കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന ചാക്ക്, അത് പല സ്ഥലത്ത് കീറിപ്പോയിട്ടുണ്ട്. ആ ചാക്ക് തുന്നിക്കെട്ടിയിട്ട് ഞാൻ എന്റെ മാറു മാത്രം എന്റെ ശരീരത്തിന് അർദ്ധഭാഗം മറച്ചിട്ടുണ്ട്. കീറിക്കെട്ടിയ ഒരു ചാക്കും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് പോവുക? ഹബീബ് തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോ ആ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ഞാൻ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ കൊച്ചു കുട്ടികൾ നോക്കുന്നത് പോലെ, ഒളിച്ചുകളി മത്സരത്തിൽ നോക്കുന്നത് പോലെ ഞാൻ ഈ തപ്പന മരത്തിന്റെ സൈഡിൽ നിന്ന് മെല്ലെ ഒന്ന് തലയിട്ട് നോക്കിയപ്പോൾ ഹബീബ് അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കി ഒരു ചെറിയ മന്ദഹാസത്തോടെ
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ഇങ്ങനെ ആട്ടി, ഇവിടേക്ക് വരൂ. അവിശ്വസനീയമാം വിധം ആ താരാട്ട് പാടുന്നത് പോലെ ആ സ്നേഹത്തിന്റെ കൈവിരലുകൾ എന്നെ മാടി വിളിച്ചപ്പോ ഞാൻ യാന്ത്രികതയോടെ നടന്നു. എന്നിലാണെങ്കിലോ ഒട്ടകത്തിന്റെ ദുർഗന്ധമുണ്ട്, ചാണകത്തിന്റെ ദുർഗന്ധമുണ്ട്, കീറിപ്പറിഞ്ഞ ചാക്കാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഞാൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോയപ്പോ അടുത്തെത്തിയതും ദുർഗന്ധഗാനത്താൽ ഞാൻ അകന്നു നിന്നു. നേരെ ആ റിസാലത്തിന്റെ കൈകളെടുത്ത് എന്റെ തോളിലേക്ക് വെച്ച് ലോകചരിത്രത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രവാചകൻ തോളിലേക്ക് കൈയെടുത്ത് എന്നെ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാൻ, എന്നിട്ട് എന്നെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തു. എന്നോട് ചോദിച്ചു, അതാ ബിലാൽ, നിങ്ങൾ ബിലാലാണല്ലേ, ആഫ്രിക്കക്കാരനാണല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ പേര് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഒരാൾ പേര് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് മുലപ്പാല് തന്ന ഉമ്മയ്ക്ക് ശേഷം മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വെക്കുന്നത്. ആദ്യമായിട്ട് എന്നോട് സന്തോഷത്തോടെ മുഖത്ത് നോക്കി ഒരാൾ ചിന്തിക്കുന്നത്. എന്തിനപ്പുറം ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ എന്ന പരിഗണന എനിക്ക് ലഭിക്കുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ആ ചേർത്ത് നിൽപ്പിന്റെ, ആ കീഴ്പ്പെടലിനെ, ഒരിക്കലും സാധ്യമാവില്ലെന്ന് കരുതുന്ന ഒന്നിനെ സാധ്യമാക്കി കൊടുത്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹിതമായ ചേർത്തുവെപ്പിനെയാണ് കാലം ലോകത്ത് തേടുന്നത്. ചേർത്ത് വെക്കാൻ കഴിയുക, കീഴ്പ്പെടുത്താൻ കഴിയലല്ല. ലോകത്തോട് പറഞ്ഞ, സമകാലീന ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കീഴ്പ്പെടുത്തലല്ല. ആ കീഴ്പ്പെടുത്തിയ ഒരാളും ലോകത്ത് ജയിച്ചിട്ടില്ല.